أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. ബഹുമാന്യരായ അധ്യക്ഷൻ, ഗുരുനാഥൻ, ബഹുമാന്യരായ ഞങ്ങളുടെ സ്നേഹസമ്പന്നരായ ഗുരുനാഥന്മാരെ, പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കൂട്ടുകാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒരു കാര്യത്തിനു വേണ്ടി വർഷത്തിലൊരിക്കൽ ദഅവ എന്ന പേരിൽ നമുക്കറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിലെ ഒരു മഹത്തായ പരിപാടിയിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചിട്ടുള്ളത്. ആദർശം എന്താണ് എന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മൾക്ക് ദർശിച്ചതുപോലെ മറ്റുള്ളവർക്ക് ദർശിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തവരാണ് നമ്മളൊക്കെ തന്നെ. ഒരു വലിയ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പഠിക്കാത്ത അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായി അറിയിച്ചു തരാനുള്ള അറിവൊന്നും ഇക്കാര്യത്തിൽ എൻ്റെ പക്കലില്ല. അറിഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ സമയത്ത് നിർവഹിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, ഭാഗം, അത് നമ്മളെ, നമ്മളുടെ വ്യക്തിത്വത്തെയും നമ്മളുടെ കുടുംബ പശ്ചാത്തലത്തെയും നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷത്തെയും നമ്മൾക്ക് ഈ രാജ്യത്തുള്ള ഒരു അംഗമെന്ന നിലക്കും ഒരു സമൂഹമെന്ന നിലക്കും നമ്മളെ അംഗീകരിക്കുവാനും ഒക്കെ കാരണമായി തീരേണ്ടത് നമുക്ക് മാതൃകയായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ ജീവിക്കുമ്പോഴാണ്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ആ മരുഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞ അവർക്ക് ഈ മാർഗത്തെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന, നിവസിക്കുന്ന നമുക്ക് അത് സാധിക്കുകയില്ല? സാധിക്കുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ മുഹറം 9-ന്റെയും 10-ന്റെയും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ ഒരു പ്രഥമ ആദർശ വിദ്യാലയത്തിൻ്റെ വക്താക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അത് നമ്മൾ എടുത്തിരിക്കും. അതിൽ ചെറുപ്പമോ വലുപ്പമോ ഇല്ല. അങ്ങനെ ഒരു കാര്യം സഹാബത്തിനെ അറിയിച്ചപ്പോൾ
ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളെ കൂടി ഞങ്ങൾ നോമ്പ് നോൽപ്പിച്ചിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു വിഭാഗം കേരളക്കരയിൽ സുന്നി എന്ന നാമകരണം ചെയ്ത് അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ അനാചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതിൽ നിന്ന് ഭിന്നമായി എന്താണോ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് അത് ജീവിതത്തിൽ പകർത്താൻ ഒരു പ്രത്യേക വിഭാഗം എന്ന് മാത്രമാക്കാതെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞത് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ആളുകളുടെ മുമ്പിൽ എടുത്ത ഡ്യൂട്ടി എന്തായിരുന്നു? ഒരു മജിഷ്യൻ ആയിരുന്നില്ല, മറിച്ച് ചെങ്ങലക്കെട്ടുകൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കെട്ടു ഉഴലുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ദൗത്യം അത് നിർവഹിച്ചിരുന്നു എന്നാണ്. കേരള നദുവത്തുൽ മുജാഹിദീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദർശപരമായ കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുകയും IMB പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ 100ഓളം ഡയാലിസിസുകൾ ഇതിനകം നിർവഹിച്ചു കഴിഞ്ഞു. സമൂഹത്തിലെ ആദർശപരമായ കാര്യങ്ങളിലുള്ള അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അത് അരുത്, അത് ചെയ്യാൻ പാടില്ല, റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, വഴിപാടുകൾ അള്ളാഹുവിനല്ലാതെ നിർവഹിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം മറ്റുള്ള വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മതമോ ജാതിയോ വർഗമോ നോക്കാതെ രക്ഷപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്ന നാട്, നമ്മൾ ജീവിക്കുന്ന വീട്, നമ്മൾ ജീവിക്കുന്ന സ്ഥാപനം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് നമുക്ക് നല്ലതു പറയാനുള്ളതുപോലെ നമ്മളെക്കുറിച്ചും നല്ലതു പറയാൻ അതിന്റെ അടയാളങ്ങൾ ഉണ്ടാകണം. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ, നിന്നെ ഞാനൊരു സാക്ഷിയായിക്കൊണ്ടാണ് നബിയെ അയച്ചിട്ടുള്ളത്. ഒരു സാക്ഷിയാണ്. എന്തിന്റെ സാക്ഷിയാണ്? നല്ല കാര്യങ്ങളുടെ സാക്ഷിയാണ്. ഇതാ ഞാൻ ചെയ്യുന്നത് നോക്കൂ, നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്ന് നമ്മളുടെ ഗുരുനാഥന്മാർ പറഞ്ഞുവെങ്കിൽ, നമ്മളുടെ പൂർവ്വ പിതാക്കൾ പറഞ്ഞുവെങ്കിൽ, നമ്മളുടെ പൂർവ്വ നേതാക്കന്മാർ പറഞ്ഞുവെങ്കിൽ നമുക്കതുപോലെ സാധിക്കേണ്ടതുണ്ട്. ഇതാ ഞാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ, ഞാൻ ഈ ഓതുന്നത് പോലെ, ഞാൻ ഈ വായിക്കുന്നത് പോലെ നിങ്ങൾ വായിക്കണം, ഞാൻ അതിനൊരു സാക്ഷിയാണ് എന്ന് പറയാൻ. അത് കിട്ടുന്ന മറ്റൊരു ലോകം ഇനി വരാനില്ല. ഈ ലോകത്ത് തന്നെ നമ്മൾ അത് നിർവഹിക്കേണ്ടതാണ്. ആയുസ്സുകൾ കൂട്ടിനോക്കുമ്പോൾ വളരെ കുറവാണ്. 43 വയസ്സ് പ്രായമുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അദ്ദേഹം കോഴിക്കോട് ഉദ്യോഗസ്ഥനായിരുന്നു. കാസർഗോട്ടുകാരനാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അകന്ന ബന്ധു കൂടിയാണ് അയാൾ. ഓഫീസിൽ ഡ്യൂട്ടിക്കിടെയാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്. ഡ്യൂട്ടിയോ അദ്ദേഹത്തിന്റെ ജോലിയോ അദ്ദേഹത്തിന്റെ കാറ്റഗറിയോ ഒന്നും അദ്ദേഹത്തിന്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കാരണമായില്ല. ആ ഒരു ദൗത്യം തന്നെ നമ്മളാൽ തന്നെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് നമ്മൾ ഉള്ള കാലയളവിൽ, ഉള്ള ആയുസ്സിൽ, ഉള്ള സമീപനത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന നന്മകളുടെ വക്താക്കളായി മാറണം. കുട്ടിക്കാലമല്ലേ, ഞാൻ പഠിക്കുന്ന കാലമല്ലേ, ആദ്യത്തെ ഒരു 3 കൊല്ലമല്ലേ എന്നൊന്നും ആലോചിച്ചിരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയമില്ല. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആർക്കും സന്തോഷങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ്. പക്ഷേ ആ സന്തോഷങ്ങൾക്ക് വഴിവിട്ട സന്തോഷങ്ങളുടെ ഒരു ലോകമാണ് ഇത്. എവിടെയും വീട്ടിലുള്ള 13 വയസ്സിന്റെയും 25 വയസ്സിന്റെയും ഇടക്കുള്ളവൻ അമിതമായി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 25ന്റെയും 35ന്റെയും ഇടക്കുള്ളവൻ അത്ര ചിരിക്കുന്നില്ല. 35ന്റെയും 50നെയും ഇടക്കുള്ള ഉപ്പ ഉമ്മ അവർ തീരെ ചിരിക്കുന്നില്ല. കാരണം അവർക്ക് ചിരിക്കണമെന്നില്ലാഞ്ഞിട്ടല്ല, അവർക്ക് സന്തോഷിക്കണമെന്നില്ലാഞ്ഞിട്ടല്ല, അവരുടെയൊക്കെ സന്തോഷങ്ങളെ നമ്മളുടെ പ്രായങ്ങൾ കവർന്നെടുത്തിരിക്കുകയാണ്. മക്കളായ നമ്മൾ ഉണ്ടായി എന്നതുകൊണ്ട്, നമ്മളുടെ വഴിവിട്ട ജീവിതത്തിന്റെ കാരണങ്ങളെ കൊണ്ട് ഉപ്പയും ഉമ്മയും ചിരിയും സന്തോഷവും ഒക്കെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയല്ല, വമുബശ്ശിറൻ വനദീറാ,
സന്തോഷ വാർത്ത അറിയിക്കുന്നവനും അതുപോലെ മുന്നറിയിപ്പ് നൽകുന്നവനുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ സന്തോഷ വാർത്തകൾ. നമ്മളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ സന്തോഷ വാർത്തകൾ അറിയിക്കാൻ നമുക്കുണ്ടാകണം. നമ്മൾ ഒരാളുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ സന്തോഷ വാർത്ത അറിയിക്കാൻ ഉണ്ടാകണം. അതുപോലെ മുന്നറിയിപ്പുകളെ കുറിച്ച് നോക്കൂ നിങ്ങൾ, രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, ഭൗതികപരമായ സാഹചര്യങ്ങളിൽ വരുന്ന അപകടങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് മുമ്പേ അതിന് ജാഗ്രത പുലർത്തുന്നവരാണ്. നമ്മളുടെ കേരളക്കരയിൽ സമൂഹം നേരിടുന്ന വലിയ ഒരു ഭൗതിക പ്രതിസന്ധി മുല്ലപ്പെരിയാർ ഡാമിന്റെ അതിന്റെ ശുഷ്കാവസ്ഥയും അതുപോലെ ദുർബലാവസ്ഥയുമാണ്. വിശ്വാസികൾ എന്ന നിലക്ക് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ റബ്ബിനോട് നിർവഹിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം ഈ കാര്യത്തിലുണ്ട്. റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബേ, ഞങ്ങൾ ഈ കേരളത്തിൽ കഴിയുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള ദുരന്തം റബ്ബേ നീ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അത് അള്ളാഹു കേൾക്കുന്നവനാണ്, നമ്മളെ രക്ഷപ്പെടുത്തുന്നവരാണ്. എടവണ്ണ ജാമിയയെ സംബന്ധിച്ചിടത്തോളം എടവണ്ണ ജാമിയയിൽ പഠിക്കുന്നത് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അവിടെയുള്ള കുട്ടികൾ പോലും, അതിനിരയാകേണ്ടി വരുന്ന കുട്ടികൾ പോലും ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാം. നമുക്ക് ആ സഹോദരന്മാരുടെയും നമ്മളുടെയൊക്കെ തന്നെയും ഭൂകമ്പമുണ്ടായി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴെയുള്ള ജനങ്ങൾ മാത്രമല്ല, ഭൂമുഖത്തുള്ള സർവർക്കും നാശം സംഭവിക്കും. അള്ളാഹുവാണ് രക്ഷപ്പെടുത്തുന്നവൻ. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് കൊച്ചുകുട്ടി മുതൽ വലിയ പ്രായാധിക്യമുള്ള വാർദ്ധക്യമുള്ള ഉപ്പമാരെ വരെ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്നലെ വാണിമേൽ എന്ന ഒരു ദേശത്ത് പോയി. അവിടത്തെ ഇത്രയും കാലം ആദർശ വിശുദ്ധിയോടുകൂടെ ഈ രംഗത്ത് കരുത്തുറ്റ ഒരു ശക്തിയായി നിന്നിരുന്ന ഒരു ബഹുമാന്യനായ ഒരു വാർദ്ധക്യം ബാധിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം കഴിഞ്ഞ അല്പദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയി. ആ നാട്ടുകാർ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടത്തുകാർക്ക് വാചാലതയാണ്. അവർ പറയുന്നത് ധന്യമായ ഒരു മരണം. ആ മരണം സംഭവിച്ചപ്പോൾ ആ മക്കൾ, അവിടെ ഉണ്ടായിരുന്ന അവർ ചെയ്തികൾ, അവരുടെ കർമ്മങ്ങൾ, അവരുടെ ഇമാമ നിൽക്കാനുള്ള അവരുടെ കരുത്ത്, മാത്രമല്ല മരണത്തിന്റെ തൊട്ടു മുമ്പ് മോളോട് ആ ഉപ്പ പറയുകയാണ്, മോളെ, വീട്ടിൽ ആരോ 3-4 ആളുകൾ വന്നിട്ടുണ്ട്, അവരെ സലാം പറഞ്ഞ് കേറ്റിയിരുത്ത്. ഉമ്മോള് പറഞ്ഞു, ഉപ്പ, ആരും ഇവിടെ വന്നതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ആ ഉപ്പ എല്ലാ കാര്യത്തെക്കുറിച്ചും ഓർമ്മത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ അത്യുച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപോവുകയാണ്. അവിടത്തുകാർക്ക് പറയാനുള്ളത്, ഏകദൈവ വിശ്വാസത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യന് ഈ ലോകത്ത് നിന്നുള്ള വേർപാടിന്റെ ധന്യമായ നിമിഷമായിരുന്നു അത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉപ്പമാർ, നമ്മളുടെ നാട്ടിലുള്ളവർ, നമ്മളുടെ നാട്ടിലെ തൊട്ടടുത്തുള്ളവർ, തൊട്ടടുത്ത മഹല്ലുകാർ, നമ്മളുടെയൊക്കെ പ്രാദേശികമായ ബന്ധങ്ങളിലുള്ള ഒരുപാട് മനുഷ്യന്മാർ, അവർക്കൊക്കെ തന്നെയും കിട്ടേണ്ടുന്ന ഒരു സൗഭാഗ്യമാണ്. അതിനെന്തു വേണം? അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. എന്താണ് സന്തോഷ വാർത്ത? നമ്മൾ എന്തിന് നന്നായി ജീവിക്കണം? ഒരുപാട് ആളുകൾ വേണ്ടാവൃത്തികളിൽ ഏർപ്പെട്ട് തിന്മയിലകപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ചേർക്കപ്പെടുമ്പോൾ ആ സ്ഥാപനത്തിൽ ഏറ്റവും വൃത്തികെട്ടവരായി ഒക്കെ പോകുമ്പോൾ എന്തിനാണ് നമ്മൾ നന്നവരാകുന്നത്? എന്തിനാണ് ഞാൻ നന്നായി പഠിക്കുന്നത്? എന്തിനാണ് ഞാൻ നല്ലൊരു ഉപ്പയുടെ മോനാകുന്നത്? എന്തിനാണ് ഞാൻ നല്ലൊരു ഉമ്മയുടെ മോളാകുന്നത് എന്നൊക്കെ വിചാരിക്കുന്നവരോട് പറയുന്നു, നമുക്ക് കിട്ടേണ്ടുന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നമുക്കാർക്കും മനസ്സിൽ വിചാരിച്ചിട്ടില്ലാത്ത, നമ്മളുടെ കണ്ണുകൊണ്ട് ഇതുവരെ കാണാത്ത, നമ്മളുടെ കാതുകൊണ്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, നമ്മളുടെ മനസ്സുകൊണ്ട് ഇതുവരെയും നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ സ്വർഗ കൊട്ടാരം, ഒരു പൂങ്കാവനം നമ്മളെ കാത്തിരിക്കുകയാണ്. നല്ലത് ചെയ്ത മകനെ കാത്ത്, നല്ലത് ചെയ്ത ഉപ്പയെക്കാത്ത്, നല്ലത് ചെയ്ത ഉമ്മയെക്കാത്ത്, നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധകരെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും കാത്ത്, അതിനെക്കുറിച്ചുള്ളൊരു സന്തോഷ വാർത്തയാണ്. ആ സന്തോഷ വാർത്ത നമുക്കുടമപ്പെട്ടതാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. മുന്നറിയിപ്പാണ്. എന്താ തിന്മ ചെയ്താൽ, എന്താ കുറെയൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ചാൽ, എന്താ ഞാൻ കുറച്ചൊക്കെ ഒന്ന് വൃത്തികേട് ചെയ്താൽ, ഒരു 5-6 മാസം എവിടെയെങ്കിലും ഒക്കെ പോയി എനിക്കെന്റെ ഇഷ്ടാനുസരണം എന്റെ ആരാധനയൊക്കെ ഒഴിവാക്കി ഞാൻ അങ്ങ് ജീവിച്ചാൽ ആർക്കാണ് നഷ്ടം? നരകാഗ്നിയുടെ മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഇസ്ലാമികമായ സ്വബോധം അവന് ലഭ്യമായിട്ടില്ല. അവനൊരു സൂറത്തിന്റെ അർത്ഥം മാത്രമാണ് അവൻ കേട്ടത്. കോഴിക്കോടിനടുത്തുള്ള പാവങ്ങാടിനടുത്ത് ഒരു പ്രദേശവാസിയാണ് ആ സഹോദരൻ. അവനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്, അവന്റെ ജീവിതത്തിന് ഒരു വരവുണ്ടാക്കിയത് ഖുർആനിലെ വചനമാണ്. എന്താണ്? നീ എറിയപ്പെടുന്ന നരകാഗ്നി എന്താണെന്ന് നിനക്കറിയുമോ? നാറുല്ലാഹിൽ മുഖദ, അത് കത്തിക്കപ്പെടുന്ന അഗ്നിയാണ്.
കത്തിക്കപ്പെടുന്ന അഗ്നിയാണ്. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, നിന്റെ ഹൃദയത്തിന്റെ മുകളിൽ കടന്നു വന്ന് അത് ഉള്ളിലേക്ക് കോച്ചി വലിച്ച് നിന്റെ ശരീരഭാഗത്തെയും നിന്റെ ഹൃദയത്തെയും അത് കവച്ചു കൊണ്ടുപോകുന്ന ആ ഒരു നരകാഗ്നിയുടെ ശിക്ഷ എന്തിന് ഞാൻ എഞ്ചിനീയറിംഗിന് 3-ാം വർഷം പഠിക്കുന്ന ഞാൻ ഏൽക്കാം? ആ കൂട്ടുകാരൻ ചിന്തിച്ചു. അവനിപ്പോൾ MSMന്റെ പ്രവർത്തകനാണ്. എന്താണ് കാരണം? അവന്റെ ജീവിതത്തിൽ ഒരാളും ഇന്ന് വരെ നൽകിയിട്ടില്ലാത്ത ഒരു മുന്നറിയിപ്പ് ഖുർആൻ നൽകിയതായി അവന്റെ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ക്യാമ്പസിലെ കൂട്ടുകാരുടെ ലഘുലേഖയിൽ നിന്ന് കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ചെയ്തികൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു നിർവഹിച്ചത്? വിഷമിക്കേണ്ടതില്ല. നിങ്ങളൊക്കെ തന്നെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന, നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളും പ്രയത്നങ്ങളും തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ ജീവിതത്തിലേക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു ശോഭ വിതറുന്ന ഒരു ദീപമായിരുന്നു, ഒരു ഇരുട്ടല്ല. നോക്കൂ നിങ്ങൾ, ഖുർആൻ അവതരിക്കപ്പെടുന്നത് രാത്രിയിലാണ്. രാത്രി ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് മൊത്തത്തിൽ ബാധിക്കുന്ന ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കാൻ അവതരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം അത് അവതരിക്കപ്പെടുന്നത് അത് രാത്രിയിൽ തന്നെയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് ആ ഖുർആൻ അവതരിക്കപ്പെട്ട രാത്രിക്ക് നൽകപ്പെടുന്ന അതിന്റെ അംഗീകാരമാണ്. ആ അംഗീകാരം നൽകുന്നത് ആ ഖുർആൻ ആയത്തോതിക്കൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, ഈ തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലൊക്കെ രക്ഷിതാക്കൾ എന്നെയും നിങ്ങളെയും ഒക്കെ ചേർത്തത് നമ്മളൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരായി ഉന്നതമായ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഒരു ടൈ കെട്ടി ഇരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല. ബദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ബിഇസ്നിഹി, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ, ബസിറാജം മുനീറ, നല്ല പ്രശോഭിതമായി നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന ഒരു ചന്ദ്രനെ പോലെയാണ്. ഇന്ന് വൈകുന്നേരം 6:15 മുതൽ രാത്രി 9:45 വരെ ആകാശത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി ഗ്രഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് സൂര്യനും ചന്ദ്രനും ഭൂമി ഒരുമിച്ച് ചേർന്ന് ഗ്രഹണം സംഭവിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിൽ ആ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രൻ അല്പം മറയുകയാണ്. ആ മറയുന്ന ഒരു കാഴ്ച അത് ഗ്രഹണമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും തന്നെ പ്രബോധനത്തിന്റെ രംഗത്ത് നമ്മൾക്കാർക്കും ഗ്രഹണം ബാധിക്കാറില്ല. സൂര്യന് ഗ്രഹണം ബാധിക്കുന്നത് പോലെ, ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്നത് പോലെ നമുക്ക് ഒരു ഗ്രഹണബാധയില്ല. കാരണം എന്താ? നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ക്ഷണം അത് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സൗഭാഗ്യം, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ദീനിയായ വിദ്യാഭ്യാസം നേടുകയും അത് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാൻ ഒരുപാട് കൂട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നു. ഇരിക്കുന്ന ബഹുമാന്യരായ ഞങ്ങളുടെ സഹോദരിമാരോടാണ് പറയാനുള്ളത്. ഇസ്ലാമികമായി സ്ത്രീകൾക്ക് സംഘടിപ്പിക്കുന്ന ഒരു പ്രഭാഷണ പരിപാടിയിൽ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ക്ഷണിക്കാൻ പലപ്പോഴും നമ്പറുകൾ ഓർമ്മയില്ല, പലപ്പോഴും പ്രബോധന രംഗത്തുള്ളവരെ ഓർമ്മയിൽ വരുന്നില്ല. കാരണം എന്താണ്? ഒരുപാട് കൂട്ടുകാർ പഠിച്ചുപോയി, ഒരുപാട് നമ്മളുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചുപോയി. പക്ഷേ ആ പഠിച്ച ആശയവും ആദർശവും ഒക്കെ ഏതെങ്കിലും ഒരു ശിർക്കിന്റെ വീട്ടിലേക്ക് വിവാഹം ചെയ്ത് അയക്കപ്പെട്ടാൽ അവിടെ കെട്ടുപോകുന്ന നക്ഷത്രങ്ങളാകുന്നു. അങ്ങനെയാകാൻ പാടില്ല. ആസിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിച്ചവരാണ് നിങ്ങളും ഞാനും. അതുകൊണ്ട് നമ്മളുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്താണോ വരുന്നത് അത് മറികടന്നുകൊണ്ട്, അതിന്റെ മുന്നോട്ട് കടന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് ഒരു ചെറിയ ക്ലാസ്സെങ്കിലും നമ്മൾ എത്തിപ്പെടുന്ന, വിവാഹം കഴിച്ചു കൊണ്ടുപോകപ്പെടുന്ന ആ നാട്ടിൽ എടുത്തുകൊണ്ടൊരു വെളിച്ചം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യം അത് ഖുർആൻ പഠിപ്പിച്ചത് നമുക്കല്പമൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ്. മനുഷ്യ ദൈവങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചൂഷകനായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞിട്ടില്ല, അത് അറിയിച്ചിട്ടുമില്ല. അത്തരത്തിൽ ചൂഷകനായിരുന്നില്ല. ഇന്ന് എല്ലാവരും വലിയവനാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് വലിയവൻ എന്നെനിക്ക് തോന്നുമ്പോൾ എന്റെ കൂടെയുള്ളവൻ ഞാൻ വലിയവനാണെന്ന് തോന്നുന്നു. ചെറുതാകാൻ ആർക്കും ആഗ്രഹമില്ല. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കുക, മഹാനായ KP മുഹമ്മദ് മൗലവി ജാമിയയിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഞങ്ങളൊരു മാഗസിന്റെ ഒരാശംസ വാങ്ങാൻ വേണ്ടി പോയി. അദ്ദേഹം MSMകാരായ ഞങ്ങളെ ഇരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളൊരു പുതിയ ഒരു ഗുരുവിനെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ ഗുരുനാഥന്മാരെ പോലെ കാണുന്ന ഗുരു
ഞങ്ങളോട് പറഞ്ഞു, റസൂലുള്ള പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അകൂന ഫീ നഫ്സി അളീമ. എന്റെ മനസ്സിൽ ഞാനാണ് വലിയവൻ എന്ന തോന്നലുകളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞാൻ ഞങ്ങളോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക പ്രബോധന രംഗത്ത് അത്തരത്തിലുള്ള ഓരോ ആളുകളായി ഞാനും നിങ്ങളും ഒക്കെ വളരുമ്പോൾ ആ വളർച്ച നമുക്ക് പരലോകത്തേക്കൊരു തളർച്ചയാകാൻ പാടില്ല. നമ്മളുടെ കർമ്മങ്ങൾ, അവൻ മുജാഹിദിന്റെ വലിയ ആളാണ്, അവൻ സുന്നത്ത് നോമ്പ് നോൽക്കാറില്ലല്ലോ, ഓ മുജാഹിദിന്റെ വലിയ ആളാണ്, ഓ സുന്നത്ത് നിസ്കരിക്കലില്ലല്ലോ, ഓ മുജാഹിദിന്റെ വലിയ ആളാണ്, കണ്ടില്ലേ അവന്റെ തുണി. ഇത് നമ്മളെക്കുറിച്ച് ഒരാളും പറയില്ല. അഥവാ കണ്ടാൽ തന്നെ ഒരാളും നമ്മളെക്കുറിച്ച് പറയില്ല. പക്ഷേ അവൻ പറയാതിരിക്കുന്നത് നമ്മളോടുള്ള പേടി കൊണ്ടാണ്. എങ്ങനെ പറയും അയാളോട്? നമ്മൾ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ പ്ലേറ്റിൽ ഒരുപാട് വറ്റുകളുണ്ട്, അത് വിളമ്പിത്തന്ന ആളിന് പോയൊരു സ്ഥലത്ത് ഒരാൾ വിളമ്പിത്തന്ന ഒരാൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പറല്ലേ ഹദീസ് ഓതിയത്, അന്നം കളയാൻ പാടില്ല, എന്നിട്ട് അത് അട്ടേച്ചു പോന്നിരിക്കുന്നു. ഒരുപാട് ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ ക്യാൻസലായി പോകുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ എന്തു ചെയ്യണം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്നവയുള്ളൂ. നമ്മൾ ഓരോന്ന് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലമെന്ന് മലയാള കവിമാറും പഴഞ്ചൊല്ലുകളും പറയുന്നത് നമുക്ക് സ്വീകാര്യമായ കാര്യം തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ശീലിക്കുന്നത് നമുക്ക് വലുപ്പത്തിൽ ഉണ്ടാകും. ചെറുപ്പത്തിൽ പാട്ടുകേട്ടും കൂത്തുകേട്ടും നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാറിയിരുന്നു കൊണ്ട് 4:30 കോളേജ് വിട്ടാൽ നമ്മളെ ആരും നിരീക്ഷിക്കാനില്ല. രാത്രി 10 മണി കഴിഞ്ഞാൽ നമ്മളെ ആരും നിരീക്ഷിക്കാനില്ല. 10 മണി കഴിഞ്ഞ് കോളേജിൽ ഉറങ്ങണമെന്നാണ് നമുക്ക് അന്നേയുള്ള നിയമം. നമ്മളുടെ ഉറക്കത്തെ കണ്ടുകൊണ്ടും നമ്മൾക്ക് നമ്മളുടെ കണ്ണിനോടുള്ള ബാധ്യത നിർവഹിക്കണമെന്നതുകൊണ്ടുമാണ് നമ്മുടെ ഗുരുനാഥന്മാർ അങ്ങനെ ഒരു നിയമം നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ 10 മണിക്ക് ശേഷം ഏതെങ്കിലും ഒരു ഒളിപ്പിച്ച് വെച്ച മൊബൈലിൽ നിന്ന് വേണ്ടാത്ത കാഴ്ചകൾ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി കണ്ടാൽ നമ്മളുടെ വീട്ടിലെ ഉപ്പയറിയില്ല, നമ്മുടെ വീട്ടിലെ ഉമ്മയറിയില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഹോസ്റ്റലായിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ ലോക്കലായിരുന്നാലും നമ്മളുടെ വീട്ടിലെത്തിപ്പെട്ടാലും ആരും കണ്ടില്ലെങ്കിലും ആ ചെയ്തികൾ നമുക്ക് ഇത്തരത്തിലുള്ള ദീനീ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ മറപ്പിച്ചു കളയാൻ ഒരു കാരണങ്ങളായി തീരുമത്. അതുകൊണ്ട് നമ്മളുടെ പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മൾക്ക് ആരാണ് നിൽക്കുക എന്ന് ചോദിക്കുമ്പോൾ, ആരാണ് കളിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ആരാണ് ഫുട്ബോൾ കളിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ആരാണ് പാട്ടുപാടുക എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിൽക്കും. ആരാണ് ഇമാമ് നിൽക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞു മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഉപ്പക്കുണ്ടാകുന്ന സന്തോഷം, നമ്മുടെ ഉമ്മക്കുണ്ടാകുന്ന സന്തോഷം, അത് ഖുർആൻ പറഞ്ഞ ആ സന്തോഷമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രബോധകനായി അറിയപ്പെട്ടതും മുന്നോട്ട് നീങ്ങിയതും ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. ചപ്പുചവറുകൾ വാരിയെറിഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഷ്ടപ്പെടുത്തിയവർക്ക് മാപ്പ് കൊടുത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജീവിതത്തിൽ ഒരുപാട് നിമിഷങ്ങളും അതുപോലെ തന്നെ കല്ലെറിഞ്ഞ് ആട്ടിയോടിച്ച ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേരളക്കര ഒരു പ്രത്യേക രൂപത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ശത്രുക്കൾ മിത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ മുൻകാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാരാണ് ഇരിക്കുന്നത്. അവരൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കഥകളെ ഞങ്ങൾക്കറിയുള്ളൂ. ഒരിക്കൽ SMI തങ്ങളെ കൊണ്ട് വാളു പറയിക്കാൻ വെട്ടിക്കാട്ടി എന്ന ദേശത്ത് പോയ കഥ എന്റെ ഉപ്പനോട് പറയാറുണ്ട്. പോയി വാളു കഴിഞ്ഞപ്പോൾ ഒരു പറ്റം കല്ലുകൾ എടുത്ത് എറിഞ്ഞിട്ട് ആട്ടിയോടിക്കുകയാണ്. പോയിക്കോളൂ ഇവിടെ നിന്ന്, ഒരു മണ്ണാങ്കട്ടയും ഇവിടെ വേണ്ട എന്ന് പറയുന്ന അല്ലേ അത്തരത്തിലുള്ള വൃത്തികെട്ട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് അൽഹംദുലില്ലാഹ്, ഒരു വാളു വെച്ചാൽ, ഒരു ക്ലാസ് വെച്ചാൽ, ജുമാക്ക് ഒരു മനുഷ്യൻ വന്നാൽ, ഒരു നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നാൽ അയാൾ തിരിച്ചവിടെ പോവുകയാണ്. ഖുർആൻ ആയത്തും ഹദീസും ഓതിക്കൊടുത്ത് കേട്ട് അയാൾ അവിടെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു ചെന്ന് 4 ആളെ കൂട്ടുകയാണ്. അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കുകയാണ്, അവിടെ ഒരു സ്രാമ്പി ഉണ്ടാക്കുകയാണ്, അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണ്, അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാവുകയാണ്. അതൊരു മണ്ഡലമായി തീരുന്നു. എന്താണ്? നാളെ പരലോകത്ത് അന്നാട്ടിലുള്ളവർക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലേ? MA കഴിഞ്ഞവരും LLB കഴിഞ്ഞവരും അതുപോലെ തന്നെ തഹസിൽദാർ റിട്ടയർഡ് ചെയ്തവരും ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് റിട്ടയർഡ് ചെയ്തിരിക്കുന്നവർ പോലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തന രംഗത്തെ കണ്ണികളാണ്. വലിയ പോലീസ് ഉദ്യോഗസ്ഥനായി റിട്ടയർഡ് ചെയ്ത ഒരു മനുഷ്യൻ അയാളുടെ കാക്കി ഊരി വെച്ചിട്ട് ഒരു സ്ഥലത്ത് പ്രബോധനം നടക്കുമ്പോൾ അവിടെ ചിലർ തടയുമെന്ന് ആരൊക്കെയോ ഭീഷണിപ്പെടുത്തി. അയാളോട് പറഞ്ഞു അവിടെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട്. അയാൾ ചോദിച്ചു അത് ആരുതാണ്? മുജാഹിദുകളുടേതാണ്. അയാൾ മുജാഹിദല്ല, പക്ഷേ അയാൾ മുജാഹിദ് പള്ളിയിൽ നിന്ന്
ഞാനും നിങ്ങളും പറയുന്ന ഖുതുബ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തരുന്നതാണ്. അത് അവിടെ പോയി പറഞ്ഞത് കേട്ടിട്ട് അയാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചറിയാം. അയാൾ ആ പ്രസംഗം നടക്കുന്നിടത്ത് വന്നു നിന്നു. അയാൾ അവസാനം സ്റ്റേജിൽ കയറിയിരുന്നു. ആ പ്രബോധന പ്രവർത്തനം വളരെ ഭംഗിയായി നടന്നു. എന്താണ് കാരണം? പ്രമാണം ഖുർആനും ഹദീസുമാണ് എന്നതുകൊണ്ടാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അതുപോലെ തന്നെ സ്വന്തക്കാരും വൃദ്ധരും വയോധികരുമായ ആളുകളെ വൃദ്ധസദനത്തിൽ അയക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക ജീവിതത്തിലെ ഇന്ന് തന്നെ മഞ്ചേരിയിൽ നിന്ന് KSRTC ബസ്സിൽ കയറിയപ്പോൾ ഒരു ഉമ്മ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. ആ ഉമ്മയുടെ മകൻ പിറകിലിരിക്കുകയാണ്. പിറകിലിരിക്കുമ്പോൾ ആ മകൻ തന്നെ സ്വാഭാവികമായി ഉമ്മയുടെ അടുക്കൽ വന്നിരുന്നു. അവർ നമ്മളുടെ ഒരു പ്രവർത്തകരായിരുന്നു. ചുങ്കത്തറയിലെ ഒരു ഉമ്മയാണ് എന്നാണ് ആ ഉമ്മ തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ ഓർത്തുപോയി. ആ കുട്ടിക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു സലഫി മസ്ജിദിൽ നിന്ന് ഖതീബിന്റെ ഖുതുബ കേട്ട ഓർമ്മ ആ കൂട്ടുകാരനുണ്ടാകാം. അങ്ങനെ ഇരിക്കല്ല മോനെ, നീ നിന്റെ ഉമ്മയുടെ അടുക്കൽ ചെന്നിരിക്കൂ, നിന്റെ ഉപ്പയുടെ അടുക്കൽ ചെന്നിരിക്കൂ എന്ന ഏതെങ്കിലും ഒരു ദേശത്ത് നിന്ന് എവിടെയെങ്കിലും ഒന്നൊരു ക്ലിക്കായതുണ്ടാകാം. ഒരു പറ്റം ആളുകൾ മലയാളത്തിൽ ഒരു ഖുതുബ പോലും കേൾക്കാൻ കഴിയാതെ, മലയാളത്തിലുള്ള ഒരു ക്ലാസ് പോലും കേൾക്കാൻ കഴിയാതെ എത്രയോ കാലമായി അലയുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. പക്ഷേ ശത്രുതകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുകയും ആളുകളെ കൂടെയുള്ളവരെ അന്യരാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നാണ്. നമ്മളൊക്കെ സ്നേഹം കൊണ്ട് പരസ്പരം ബന്ധമുള്ളവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നവരും മടക്കുന്നവരുമാണ്. നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കണം. തമ്മിൽ തെറ്റാനോ, തമ്മിൽ കുറ്റം പറയാനോ, തമ്മിൽ അകറ്റാനോ, കുടുംബ ബന്ധുക്കളെ ഒഴിവാക്കാനോ, നമ്മളെ വളർത്തിയ പിതാക്കളെയും വളർത്തിയ മാതാക്കളെയും നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, നമുക്കവർ വലിയ ഒരു സ്നേഹത്തിന്റെ വലിയ ഒരു കുന്നുപോലെയാണ്. അവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ സലാം പറയുകയും ബഹുമാനം പുലർത്തുകയും ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും അവർക്കുമൊക്കെ ഞങ്ങളും അധ്യാപകരായി ഇപ്പോൾ വർത്തിക്കുമ്പോൾ ആ അധ്യാപന മേഖലയിലെ സന്തോഷം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുകുട്ടികൾക്ക് അധ്യാപകരായിരുന്നു. ഇവിടെ നിന്ന് എടവണ്ണ ജാമിയയുടെ ഒരു പ്രത്യേകത, നമ്മളിവിടെ പഠിക്കുമ്പോൾ അധ്യാപകരാകാനുള്ള അവസരമുണ്ട് എന്നതാണ്. ആ അവസരം ഇപ്പോൾ അല്പം കുറച്ചു കളഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മൾ 5 കൊല്ലം ജാമിയയിൽ പഠിച്ചു. അവസാനം എന്താണ് അറിയുക എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല. അവസാനം നമ്മളുടെ ഗുരുനാഥന്മാർ ഒരുമിച്ച് തീരുമാനിച്ചു, മദ്രസയിൽ പോകുന്നത് ഫൈനൽ ഇയറിലെ 2ഉം 3ഉം വർഷക്കാർ മദ്രസയിലേക്ക് പോകട്ടെ, അല്ലാത്തവർ രാവിലെ ഇരുന്ന് പഠിക്കട്ടെ എന്ന്. ആ 2 വർഷം നമ്മൾ അധ്യാപനത്തിന് പോകുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ അതേപടി പകർത്തുകയാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, ആ ഒരു രംഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ രാവിലെ 7 മണിക്ക് പോയിരുന്നു 9 മണി വരെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഭാഗ്യം അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഭാഗ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ പോയിരുന്നു കൊണ്ട് അവർക്ക് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മദ്രസയിൽ നിന്ന് കിട്ടുന്ന 400, 500, 600 രൂപ അത് ഒരു സന്തോഷത്തിന്റെ ബർക്കത്തിന്റെ ശമ്പളമാണ്. അത് കിട്ടിക്കൊണ്ടൊരു കുട്ടി പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കാലത്ത് അതുകൊണ്ട് തന്നെ അവന് ബർക്കത്ത് കിട്ടും. അവൻ അക്കാലത്ത് കല്യാണം കഴിച്ചുവെങ്കിൽ ആ കുടുംബത്തെ പോറ്റാനുള്ള വക അതിൽ നിന്ന് കിട്ടും. ഒരുപാട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് ഉസ്താദുമാർ അവരൊക്കെ രാവിലെ ബസ്സിൽ നിന്ന് കാണാറുണ്ട്. മുഖത്ത് നല്ല തിളക്കമാണ്, മുഖത്ത് നല്ല സന്തോഷമാണ്. അവർ പോയി അവരുടെ മദ്രസയുടെ മുമ്പിൽ ബസ് ഇറങ്ങുമ്പോൾ അവരുടെ കുട്ടികൾ ഉസ്താദിനെ കാത്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുകയും ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സംസ്കാരം പ്രബോധന രംഗത്ത് നമ്മൾ ചെറുതായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സന്തോഷമാകണം. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കുട്ടികൾ കേൾക്കുന്നു. കുട്ടികളുടെ രക്ഷിതാക്കളുമായുള്ള ബന്ധങ്ങൾ, ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു ശിഷ്യൻ എങ്ങനെയാകണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരത്തിലൊരു സ്ഥാപനത്തിലൊക്കെ എനിക്കും നിങ്ങൾക്കും വന്നു ചേരാൻ അവകാശങ്ങളും അതിനുള്ള സ്വാതന്ത്ര്യവും അത് വലുതാണ്. പലപ്പോഴും ലക്ഷദ്വീപിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ഇവിടെ വരാറുണ്ട്. ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ചിരുന്ന ഒരു ഹനീഫ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവരൊക്കെ നാട്ടിൽ പോവുക എപ്പോഴെങ്കിലുമാണ്, കൊല്ലത്തിലൊരിക്കലാണ്. അവർ കടൽ കടന്ന് കപ്പൽ കടന്ന് ജാമിയയിലെത്തുമ്പോൾ അവരെ കൊണ്ടുവന്ന് ചേർത്ത രക്ഷിതാക്കൾ 3 പേര് ഒന്നിച്ച് ആയിരുന്നു വന്നിരുന്നത്. ഒരാളാണ് കൂടെയുണ്ടായിരുന്നത്. അവരോട് ഞങ്ങൾ ശംസുക്കയോട് ചോദിച്ചു, ശംസുക്ക, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്നാണ്. എന്താ? അവിടെ ഈ തത്വ ആശയം എത്തിക്കണം,
അവിടെ ഈ തൗഹീദ് എത്തിക്കണം. അവിടെ ശിർക്കിന്റെ കോട്ടയാണ്. അതിന് 5 കൊല്ലം കഴിഞ്ഞെങ്കിൽ ഒരാളെ ഞങ്ങൾക്ക് വാർത്തെടുക്കണം, അതിന് കൊണ്ടുവന്നാക്കിയതാണ്. അവർ പഠിച്ച് ഉഷാറായി പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് കപ്പൽ കയറി അവിടെ ചെന്ന് അവിടെ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനത്തിൽ അവർ വ്യാപൃതരായിരിക്കുന്നു. എങ്ങനെയാണത് കിട്ടിയത്? നമ്മളുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത് നമ്മൾ എഴുതുന്നു, പറഞ്ഞു തരുന്നത് നമ്മൾ വായിക്കുന്നു, പറഞ്ഞു തരുന്നത് നമ്മൾ പഠിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിളിച്ച് ഇരുത്തിക്കൊണ്ട് ഓതിക്കൊടുക്കുകയാണ്. ഓതിക്കൊടുക്കുമ്പോൾ ഒരു LKG കുട്ടി എത്ര വിനയാന്വിതമായിട്ടാണോ ഇരിക്കുന്നത്, അതിനേക്കാൾ വിനയാന്വിതത്തോടുകൂടെ നാവുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ധൃതിപ്പെട്ടുകൊണ്ട് ചൊല്ലി മനപ്പാടമാക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലാ തഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന. അങ്ങനെ ധൃതിപ്പെടണ്ട, അങ്ങനെ അടങ്ങാറായി പഠിക്കണ്ട. ഇപ്പതാ ഖുർആൻ ഒരുമിപ്പിച്ച് കൂട്ടിത്തരാമെന്ന്. നോക്കൂ നിങ്ങൾ, ഒരു ശിഷ്യൻ, ഞാനും നിങ്ങളും ഒക്കെ ശിഷ്യനാണ്. ഇസ്ലാമിൽ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയാണ് പഠനം. തൊട്ടിലിൽ നമ്മൾ തുടങ്ങിയതാണ്. ഇനി അവസാനത്തൊരു കട്ടിലുണ്ട്. ആ കട്ടിലേതാണ്? നമ്മളുടെ മഹല്ലുവള്ളിയിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് തൂക്കി വെച്ചിരിക്കുന്ന ആ കട്ടിലാണ്. അതുവരെയും നമ്മൾ പഠിക്കുകയാണ്. ആ പഠനം നമുക്ക് ഉപകരിക്കണം. 1 കൊല്ലം ജാമിയയിൽ പഠിച്ചു. ഒരുത്തനതാ വരുന്നു, അവനെ ഇന്ന് ഖുത്ബക്ക് ഇവിടെ ആളില്ല, ഒരുത്തനതാ വരുന്നു. അവൻ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അവൻ ജാമിയയിൽ 1 കൊല്ലം പഠിച്ചിട്ടുണ്ട്. എന്നാൽ അവനെ നമുക്ക് മിമ്പറിലേക്ക് കയറ്റാൻ നാട്ടുകാർക്കൊരു ധൈര്യമാണത്. എന്താണ് ആ ധൈര്യം? അത് നമ്മളുടെ ഗുരുനാഥന്മാർ നമുക്ക് പഠിപ്പിച്ച് കരുത്ത് തന്നിട്ടുണ്ട് എന്നതാണ്. 1.5 വർഷം പഠിച്ച ഒരാൾ, അവനും അവിടെ പ്രഭാഷണം നടത്താനുണ്ട്. നാട്ടിലൊരാൾ പ്രസംഗത്തിന് വരുമെന്നേറ്റിരുന്നു, അയാൾ എത്തിയില്ല. ജാമിയയിൽ പഠിച്ച് 3 കൊല്ലം പഠിച്ചു പോന്ന ഒരാളുണ്ട്, അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ വരുന്നു, വളരെ ആദർശപരമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ സാധിച്ചത്? ഞാനും നിങ്ങളും ക്ലാസ്സിലിരിക്കുമ്പോൾ ആ പറഞ്ഞു തരുന്നത് ജാമിയ എന്നത് മുറ്റത്തെ മുല്ലയാണെന്ന് ഞാനും നിങ്ങളും ചിലപ്പോൾ ധരിച്ചു പോകും. പക്ഷേ ഒരുപാട് നൗഫറ പുഷ്പത്തിന്റെ അടുക്കൽ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് പാറി വരുന്ന എത്രയോ ഷഡ്പദങ്ങൾ വന്നുകൊണ്ട് തേന്നുകർന്നു പോകുമ്പോൾ ഇതിന്റെ ചുവട്ടിലിരിക്കുന്ന നമ്മൾ ഇതിൻ്റെതായ വില മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് ഇരിക്കുന്ന നമ്മൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ സമൂഹത്തോട് നിർവഹിച്ചത് അത് നിങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ, ഇന്ന് ഒരു രക്ഷിതാവിനെ കണ്ടു, കോഴിക്കോടുള്ള ഒരു ത്വാഹിർക്ക. അദ്ദേഹം പറയാണ്, MSMകാരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണത്. ഞാൻ എഞ്ചിനീയറിംഗിൽ ഒരുത്തനെ കുറ്റിപ്പുറത്ത് കൊണ്ടേയാക്കിയിരുന്നു, അവനും അതാ ഒരു കുറ്റിത്താടി വെച്ച് വന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഒരു ദീനിയായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് കഴിഞ്ഞത് കുറ്റിപ്പുറ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടയാക്കാനാണ്. അവിടെ നിന്നും അതാ ദീനുമായി ഒരുത്തൻ കടന്നു വരുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും സലാഹിമാരും സുല്ലമിമാരും മദനിമാരും ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ഹലാ അൽ ബല്ലഗ്തു, ഹലാ അൽ ബല്ലഗ്തു, ഹലാ അൽ ബല്ലഗ്തു, ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്. ആ പ്രതിധ്വനി വർഷങ്ങൾ കടന്ന് 1480 കൊല്ലം കടന്ന് ഏറെ നാട്ടിലെത്തി. ഈ വിശുദ്ധമായ വിദ്യാലയം പടുത്തുയർത്താൻ വേണ്ടി പ്രയത്നിച്ച, സാമ്പത്തികമായി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായിരുന്നു, ഇപ്പോൾ ധന്യമായ കെട്ടിടങ്ങളും ധന്യമായ സ്ഥാപനങ്ങളും ധന്യമായ വിദ്യാലയങ്ങളും ഒക്കെ ആയി മാറുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാകണം. അവിടെ നിന്ന് പഠിച്ചു പോകുന്ന B.Edനാകട്ടെ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനത്തിലാകട്ടെ നമ്മൾ പഠിക്കുന്നു അല്ലേ? ജാമിയയുടെ കോമ്പൗണ്ടിൽ നിന്നൊരു മുസ്ലിം പെൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ അവൾക്ക് ഒരാഫയും ഒരു ആഫ് ഷർട്ടും ആഫും തട്ടവും ഇട്ടാണ് പോകുന്നതെങ്കിൽ കാണുന്ന ഒരാൾ ചോദിക്കുന്നു, നീ എവിടുന്നാ വരുന്നത്? ബസ്സിലെ ക്ലീനർ ആയിരിക്കാൻ ചോദിക്കുന്നത്. എവിടുന്നാ വരുന്നത്? ഞാൻ ജാമിന്ന് വരികയാണ്. ജാമിന്നാണോ ഇങ്ങനെ വരുന്നത്? ഇല്ല, ഞാൻ B.Ed കോളേജിൽ നിന്നാണ്. B.Ed കോളേജിൽ നിന്ന് ആഫുദ്ദീൻ പോരാ, ആർട്സ് കോളേജിൽ നിന്ന് ആഫുദ്ദീൻ പോരാ. പ്രിയപ്പെട്ടവരെ, ഒരു ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഫുൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത്. എന്തേ, നമുക്ക് ആഫ് പോരെ? പോരാ, ആമാശയം നിറക്കാൻ നമുക്ക് ഫുള്ള് വേണം. ദീനോ അത് ആഫ് പോരാ, അത് ഫുള്ള് വേണം. ഇഖ്ലാസോ അത് ഫുള്ള് വേണം. നമുക്കിപ്പോൾ പൂർണ്ണമായി ഉണ്ടായാൽ നമുക്കൊരുപാട് കാലം കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആഫായി പോയി എന്ന് വരാം. ഇപ്പോ ആഫുള്ളെങ്കിലോ കുറച്ചു കഴിഞ്ഞാൽ കാലം ഉണ്ടാവുള്ളൂ. അപ്പോ നമുക്കുള്ള ഈ ഒരു കാലത്ത് ആരാധന, സുന്നത്ത് നമസ്കാരം, ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദ, അങ്ങോട്ട് വാരി ഇങ്ങോട്ട് വാരി ഒന്നുമില്ല. നമ്മളുടെ ബോർഡിംഗ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ പോലും വളരെ ചിട്ടയോടുകൂടിയാണ്. ഞങ്ങൾ ഇവിടെ പഠിച്ചപ്പോൾ
ഒരു രക്ഷിതാവ് തിരൂർക്കാരനാണ്. അയാൾ കുട്ടിയെ കൊണ്ടുപോകാൻ നേരത്തെ വന്നിരിക്കുന്നു. ഇവിടെ 7:30 മണിക്ക് ഇയാൾ ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നതാണ്? ഞാൻ കുട്ടിയെ കൊണ്ടുപോകാൻ വന്നതാണ്. എന്തിനാ കുട്ടിനെ കൊണ്ടുപോകാൻ 7:30 വന്നത്? 7:30 മുതൽ വൈകുന്നേരം 4:30 വരെ എന്റെ കുട്ടി ഇരുന്ന് ഉസ്താദിന്റെ കൂടെ, ബീഹാറിലെ ആ ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ആടി ആടി ഓതുന്നത് കണ്ട് അത് മനംകുളിർത്ത്, ആ മനംകുളിർത്ത് എന്റെ കുട്ടിയെ കിളിർത്തുകൊണ്ട് പിന്നെ ട്രെയിൻ കയറി പോകാൻ വേണ്ടി അയാൾ വന്നിരിക്കുകയാണ്. എത്ര ധന്യമായ രക്ഷിതാക്കൾ, ആ ധന്യമായ നാട്, ധന്യമായ നിമിഷങ്ങൾ, ധന്യമായ സ്ഥാപനങ്ങൾ. ഇവയൊക്കെ തന്നെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് കിട്ടിയതിൻ്റെതാണ്. നമുക്കെന്തും ചോദിക്കാം, എന്തും നമുക്കറിയാം. ഏത് കിതാബും ഇതിന്റെ താഴ്ഭാഗത്ത് വിശദമായ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ നമുക്ക് കിട്ടാത്ത ഗ്രന്ഥങ്ങളില്ല. എന്തും നമുക്ക് ഒരു ഇത് എഴുതിക്കൊടുത്താൽ, സ്ലിപ്പ് എഴുതിക്കൊടുത്താൽ കിട്ടും. പ്രിയപ്പെട്ടവരെ, സഹോദരിമാരോടാണ് വീണ്ടും പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ പഠിക്കുന്ന, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. 3 കൊല്ലം പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു വിവാഹം കഴിച്ച വീട്ടിൽ ചെന്ന് അവിടെ ഒരു നേർച്ച ചോറ് വിളമ്പി വെച്ചപ്പോൾ അത് വിളമ്പിക്കൊടുക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷം അമ്മോശാക്ക ചോദിക്കുകയാണ്, അല്ല ഇവളല്ല ഇനോ ജാമ്യ പഠിച്ചീനെ? ഞാൻ ജാമ്യയിലൊക്കെ പഠിച്ചെങ്കിലും നീർച്ചച്ചോറ് തിന്നരുതെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അത് പഠിച്ചേ പോകാവൂ. അത് അരുത്. അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നാടുകളിൽ ഉണ്ടാക്കുന്ന കുലാവിയുടെയും മറ്റും വിളമ്പിക്കൊടുക്കുന്ന സലാഹിയമാർ നമ്മളുടെ കോളേജിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പുറത്തു പോവുകയുമില്ല. പോകുന്നത് സ്വർഗത്തിൽ നിന്നുള്ള പുറത്തു പോകലായിരിക്കുമെന്ന് കൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കണം എന്നാണ്. വസിയത്ത് ചെയ്യാനല്ല, ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ റസൂൽ ലോകത്തോട് അവസാനത്തെ നിമിഷം ഖൈബർ യുദ്ധത്തിന്റെ സാഹചര്യമാണ്. ഹിജ്റ 10ാമത്തെ വർഷത്തിലാണ്. ധന്യമായിക്കൊണ്ട് പരിശുദ്ധ റമദാനിലെ 20 ദിവസങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി. അങ്ങനെ അള്ളാഹുവിന്റെ ആരാധനാലയത്തിൽ ഇഅ്തികാഫിരിക്കുകയാണ്. അങ്ങനെ നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ട് എല്ലാവരും എതിർത്തിട്ടും അവസാനം എല്ലാവരും അനുയായിയായി മാറുകയാണ്. എന്തേ അല്ലേ? നിങ്ങളെയൊക്കെ പോലെ തന്നെ നിങ്ങളെ കാണുന്നവരും അറിയുന്നവരും മനസ്സിലാക്കുന്നവരും ഈ ആദർശം സ്വീകരിക്കുന്നത് പോലെ. നിങ്ങൾ ആരാ? ഒരു മുജാഹിദ. അടുത്തിടെ ഒരു റോഡ് പണി കഴിഞ്ഞ് അതിലൂടെ വണ്ടി ഓട്ടിപ്പോവുക തിരൂര് ഭാഗത്ത് കൂടെ റോഡ് ഓട്ടിപ്പോകുമ്പോൾ കൂട്ടുകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ ഇടതുവശത്തൊരു ചായക്കടക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, റോഡൊക്കെ നന്നായില്ലേ? അയാൾ പറയാ, മുജാഹിദായ ഒരു കോൺട്രാക്ടറാണ് ഈ റോഡ് പണിതത്, അതുകൊണ്ട് എല്ലാ കുണ്ടിലും നല്ല കല്ലൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയിട്ട് റോഡ് പണിതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10 കൊല്ലത്തിന് പൊളിയിലാന്ന് അയാൾ പറഞ്ഞാണ്. അപ്പം എൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരൻ പറയാ, മുജാഹിദായ കോൺട്രാക്ടറും ഒരു ആദർശ പ്രബോധന രംഗത്തൊരു അത്താണി തന്നെയാണല്ലേ. ഇനി ആ നാട്ടിൽ വെള്ളം വെച്ചാൽ ഒരാളും കല്ലെറിയില്ല. കാരണം എന്താ പറയുക, ആ റോഡ് തഖ്വയിൽ അധിഷ്ഠിതമായി മുജാഹിദായ ഒരു കോൺട്രാക്ടറാണ് പണിത് കൊടുത്തിട്ടുള്ളത്. മുജാഹിദുകാരൻ്റെ ആദർശം റോഡ് പണിയിലുണ്ടാകും, മുജാഹിദുകാരൻ്റെ ആദർശം അധ്യാപനത്തിലുണ്ടാകും, മുജാഹിദുകാരൻ്റെ ആദർശം അവൻ്റെ കച്ചവടത്തിലുണ്ടാകും, മുജാഹിദുകാരൻ്റെ ആദർശം അവൻ്റെ വാഹനമോട്ടലിലുണ്ടാകും, മുജാഹിദുകാരൻ്റെ ആദർശം അവൻ്റെ പള്ളിയിലുണ്ടാകും, മുജാഹിദുകാരൻ്റെ ആദർശം അവൻ്റെ പ്രസ്ഥാനത്തിലുണ്ടാകും, അവൻ്റെ സമ്മേളനത്തിലുണ്ടാകും. നിസ്കാരം ഒരു കൂട്ടം ആളുകൾ MSM സമ്മേളനത്തിലേക്ക് വന്ന് രണ്ടത്താണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു നിസ്കാരം എന്താണെന്നറിയില്ല. എല്ലാവരും വരി നിന്നപ്പോൾ ഒരു വിചാരിച്ചു ചോറിനാണ്. നോക്കുമ്പോൾ ചോറല്ല, അവിടുന്ന് ഈ കാമത്താണ് കൊടുക്കുന്നത്. അവരിങ്ങനെ അങ്കലാപ്പിൽ ഒളുണ്ടാക്കിയിട്ടില്ല. ഇനി എന്താ ചെയ്യുക? ഏതായാലും പോയി അവർ ഒളുണ്ടാക്കി. നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നീട് അവർ നിസ്കാരത്തിന് വേണ്ടി ശ്രദ്ധിക്കുകയാണ്. കൂട്ടമായ ആരാധനക്ക് വേണ്ടി ഒരു ജമാഅത്ത് പോലും, ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടാത്തൊരു സമ്മേളനം 5 ദിവസവും 4 ദിവസവും ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. കൃത്യതയാണ് ജീവിതത്തിലേക്ക് നേട്ടമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് മാസം ഖുതുബ നിർവഹിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ കയറി പ്രവാചകൻ പറഞ്ഞു, ലാ അദ്രി ലഅല്ലി ലഅൽഖാകും ബഅദ ആമി ഹദാ. ഈ സ്ഥലത്ത് ഞാൻ ഈ വർഷത്തിന് ശേഷം ഇനി ഇവിടെ നിൽക്കുമോ എന്നറിയില്ല. പലരും മനസ്സിലായില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഓതുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഈ ആയത്ത് കേട്ടു, മനസ്സിലാക്കി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏർപ്പാട് അത് ഇവിടെ എത്തിയിരിക്കുന്നുവെന്ന്. വലൈസ ബഅദൽ കമാലി ഇല്ല നഖ്സാൻ. എല്ലാം പൂർണ്ണമായതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ഒരു കുറവ്
എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ വിടവാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആയിരങ്ങൾ അത് സന്തോഷിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു. ഉഹദ് രണാങ്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഖബർസ്ഥാനുകളുണ്ട്. ഖബർസ്ഥാനിൽ ഒഴിവ് കിട്ടുമ്പോൾ പോകാറുണ്ട്. ഖബർസ്ഥാനുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഉഹദ് രണാങ്കണത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശുഹദാക്കളുടെ ഖബറിടം സന്ദർശിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പള്ളിയിൽ വന്ന് മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് പറഞ്ഞു. രാത്രി ആ ആരാധനകൾ നിർവഹിച്ചു. അതുപോലെ കഴിഞ്ഞ് ബഖീയിൽ പോയി അവിടെയുള്ള ഖബർ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. സഫർ 29-ാം തീയതി തിങ്കളാഴ്ച ഒരു സുഹൃത്തിന്റെ മയ്യത്ത് മറമാടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തല കറങ്ങി വീണു. തോളിൽ കൈവച്ച് വേച്ച് നടന്നു. പള്ളിയിൽ എത്തി ഭാര്യമാരോട് ചോദിച്ചു, ഐനഗദൻ, ഞാൻ നാളെ എവിടെയാണെന്ന്. എല്ലാവരും പറഞ്ഞു, റസൂലേ, നിങ്ങൾ നാളെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ എത്തിയപ്പോൾ ചോദിച്ചു, എന്താണ് റസൂലേ താങ്കൾക്ക് സംഭവിച്ചത്? പ്രവാചകൻ പറഞ്ഞു, ആ വിഷം ഒരു ജൂത സ്ത്രീ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം പുരട്ടിയൊരു ഭക്ഷണം 2 വർഷം മുമ്പ് കൊടുത്തിരുന്നു. അത് ആ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. പ്രിയപ്പെട്ട ഉമ്മ, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും. സാരമില്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വേണ്ടപ്പെട്ടവനായി നിൽക്കുമ്പോൾ രോഗം ബാധിക്കുകയാണ്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ദിവസങ്ങൾ അല്പം കടന്നു പോകുന്നു. ദിവസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 7-ാം തീയതി ആയി. റസൂലുള്ള ഈ ഉമ്മത്തിനോട്, സുന്നിനോടും മുജാഹിദിനോടും ജമാഅത്തിനോടും തബ്ലീഗിനോടും ഉമ്മത്തിൽപ്പെട്ട സർവരോടും പറഞ്ഞു, ലഅനല്ലാഹു അൽ യഹൂദ വൻ നസ്സാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ചിരിക്കുന്നു. ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ചത് അവരൊരു വിഭാഗമായതുകൊണ്ടല്ല, അവർ അവരുടെ പ്രവാചകന്മാരുടെയും അതുപോലെ ശ്രേഷ്ഠരുടെയും ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രമാക്കി എന്നാണ്. ഇന്നി അൻഹാക്കും അൻ സാലിക്, ഞാൻ നിങ്ങളെ അതിൽ നിന്ന് വിരോധിക്കുന്നു. ഉള്ളാളത്ത് നിന്ന് പഠിക്കാൻ വന്ന സോദര, അതുപോലെ കാഞ്ഞിരമറ്റത്ത് നിന്ന് പഠിക്കാൻ വന്ന സുഹൃത്തെ, മമ്പുറം മഖാമിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ വന്ന പ്രിയപ്പെട്ട സഹോദരി, നോക്കൂ, നിങ്ങൾ നമ്മുടെ ഉമ്മത്തിനോട് റസൂലുള്ള വിരോധിച്ചതാണ്. പോയി പറഞ്ഞു കൊടുക്കണം നമുക്കവരോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കരിച്ചു, അസ്ർ നമസ്കാരവും നിർവഹിച്ചു. റസൂലുള്ള പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക എന്ന്. ആർക്കെങ്കിലും അടിക്കാനുണ്ടെങ്കിൽ എന്നെ അടിച്ചുകൊള്ളുക. ആരെങ്കിലും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് എന്നെ ചവിട്ടാവുന്നതാണ്. ആർക്കെങ്കിലും സാമ്പത്തികമായ കടബാധ്യതകൾ തരാനുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. ഒരാൾ മൂലയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, 3 ദിർഹമുണ്ട് റസൂലേ എന്ന്. റസൂലുള്ള അത് നൽകി. ഒരു കടലാസ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 3 കാര്യങ്ങൾ എഴുതി വെക്കണം. ജസീറത്തുൽ അറബ് വരെ സംരക്ഷണം നൽകപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാകണം ഇവിടെ എന്നാണ്. നോക്കൂ നിങ്ങൾ, ജസീറത്തുൽ അറബ്, അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ആ ദേശം അത് സംരക്ഷിതമാകട്ടെ എന്ന്. നമ്മളുടെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും ജോലി ചെയ്യുന്നതും അല്ലാത്തതുമായ ഒരുപാട് ദേശമുണ്ട്. അള്ളാഹു അവിടെ സംരക്ഷണം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിരുന്നു വരുന്നയാളെ മാനിക്കുക. വിരുന്നു വന്നവനോട് ഈ ലോകത്തിന്റെ അന്ത്യം വരെ എന്റെയോ നിങ്ങളുടെയോ വീട്ടിൽ വരുന്നവർക്ക് കിടക്കട്ട് കൊടുക്കാനും റൂമൊഴിഞ്ഞു കൊടുക്കാനും ഭക്ഷണം കൊടുക്കുവാനും മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞെങ്കിൽ അതിഥികളായി ഈ ഭൂമുഖത്തെത്തിയ നമ്മളെ അള്ളാഹു സ്വീകരിച്ചതിന്റെ ലക്ഷണമാണ്. 3-മതായി പറഞ്ഞു, അൻസാറുകളെ നിങ്ങൾ സ്നേഹിക്കണമെന്ന്. മദീനയിൽ ഹജ്ജിന് പോയ ആളുകൾ പറയാൻ, മദീനയിൽ ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞുകൂടി, പള്ളിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരാൾ അടുത്തു വന്നു, ഇതാ എന്ന് പറഞ്ഞ് കാരക്ക നീട്ടുന്നു, ഞങ്ങൾക്ക് സംസം എടുത്തു തരുന്നു. ഏതാണ് ആ നാടെന്ന് ഞങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മുഹാജിറുകൾ വന്നപ്പോൾ അൻസാറുകൾ എന്ന സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച ആ നല്ല മനുഷ്യന്മാരുടെ ഇപ്പോഴും ആ മനസ്സ് നിലനിന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അൻസാറുകളെയൊക്കെ കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സൊന്നും എവിടെയും എത്തുന്നില്ല. ഒരാൾ വീട്ടിൽ വരുമ്പോൾ സഹായിക്കാനും വേണ്ടത് കൊടുക്കാനും
സ്നേഹിക്കാനുമൊക്കെ നല്ല മനസ്സ് നമ്മളുടെ എല്ലാവർക്കുമുണ്ട്. അതൊക്കെ തന്നെ നിലനിന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഗ്രിബ് നമസ്കരിച്ചു. പതറിക്കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. ഇശാ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. രോഗം കഠിനമാകുന്നു. വെള്ളം റസൂലുള്ളാഹിക്ക് വേണ്ടി ഇശാക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. വെള്ളം കൊണ്ടുവന്നു. മുത്തുനബി ഒളു എടുക്കാൻ ശ്രമിച്ചു. റസൂലുള്ളാഹി ബോധരഹിതനായി വീണു. റസൂലുള്ളാഹി ബോധരഹിതനായി വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു കിട്ടി. റസൂലുള്ളാഹി ചോദിച്ചു, അസ്വല്ലന്നാസു ഇശാ, അസ്വല്ലന്നാസു ഇശാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, കാത്തിരിക്കുകയാണ് നബി തങ്ങളെ. നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മത്തെ, നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്. നിസ്കാരം ആർക്കും വേണ്ടിയല്ല, വാർഡന് വേണ്ടിയല്ല, ഉപ്പക്ക് വേണ്ടിയല്ല, ഉമ്മക്ക് വേണ്ടിയല്ല, ഉസ്താദിനു വേണ്ടിയല്ല. നമ്മൾ നിസ്കരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണ്ടും ഒലുവെടുത്ത് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹി വീണ്ടും വീണു, തളർന്നു വീണു കഴിഞ്ഞെഴുന്നേറ്റ് റസൂലുള്ളാഹി ചോദിച്ചു, ജനങ്ങൾ ഇശ നിസ്കരിച്ചോ എന്ന്. ഇല്ലാ റസൂലെ, നിങ്ങളെ കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മുറു അബൂബക്കർ യുസല്ലി അന്നാസ്, ജനങ്ങൾക്ക് നിസ്കരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നിർദ്ദേശം കൊടുക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞു, നിങ്ങളെ നിസ്കരിക്കാൻ ഇമാമ നിൽക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന്. ഞാൻ നിൽക്കുകയില്ല, മാറി നിൽക്കുകയാണ്. എങ്കിലും മുന്നോട്ട് നിന്നു. നബിയെ കണ്ടപ്പോൾ വീണ്ടും പിറകോട്ട് തന്നെ നിന്നു. അങ്ങനെ ആരാധന നിർവഹിച്ചു. ഇമാം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിച്ചു. അല്പം സുഖമായി തോന്നി. ഞായറാഴ്ച ഭേദമായി തോന്നി. സുബഹി നിസ്കരിച്ചു. കയ്യിലുണ്ടായിരുന്ന 7 ദീനാർ അത് പാവങ്ങൾക്ക് ദാനം ചെയ്തു. ആ ലോകത്ത് ധന്യനായി മരിക്കാൻ കാത്തിരിക്കുന്ന റസൂലുള്ളാഹി കയ്യിലുള്ളത് ദാനം ചെയ്തു. വൈകുന്നേരം വീട് കഞ്ഞിയില്ല. നോക്കൂ നിങ്ങൾ, ആധുനിക കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വിൽപ്പന നടത്തിക്കൊണ്ട് കോടിക്കണക്കിനുള്ള കച്ചവടം നടത്തുന്ന സഹോദരന്മാർ, അറിവില്ലാത്തത് കൊണ്ടോ കാപഢ്യം കൊണ്ടോ എന്താണെന്നറിയില്ല, കഞ്ഞിയില്ല വീട്ടിൽ. ആ വീട്ടിൽ വെളിച്ചമില്ല. എന്റെയോ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കരയുന്നവരുണ്ട്. എന്തെങ്കിലും ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിപ്പിക്കുന്നവരുണ്ട്. കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ഉപ്പയോട് കയർക്കുന്ന പ്രിയപ്പെട്ട കുട്ടി. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ എണ്ണയില്ല, വെക്കാനുള്ള കഞ്ഞിക്കുള്ള അരിയുമില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയാണ്. പടയങ്കി എടുത്തു കൊടുക്കുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, അത് കൊണ്ടുപോയി പണയം വെക്കാൻ. അതെടുത്തു കൊടുത്തു. നമ്മളൊക്കെ ധന്യരാണ്. കടമുള്ളവർ 10,000 കടമുള്ളവർ, 20,000 കടമുള്ളവർ, വീട് വെച്ചിട്ട് അത് വിൽക്കേണ്ടി വന്നവർ, രോഗം കൊണ്ട് 2-3 ലക്ഷം ചെലവഴിച്ച് കടബാധ്യത വന്ന നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും, അവർക്ക് ഈ കഥ നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുക. അസ്റഫുൽ ഖൽഖ് ധന്യനായി ഈ ലോകം വിട്ടു പോകുന്നതിന്റെ അവസാനത്തെ ദിവസം റസൂലിന്റെ വീട്ടിൽ കഞ്ഞിക്കരിയില്ലായിരുന്നു ഉപ്പാ, റസൂലിന്റെ വീട്ടിൽ എണ്ണയില്ലായിരുന്നു ഉപ്പാ. ഉപ്പാ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞങ്ങൾ 3 പെൺകുട്ടികൾ വീട്ടിലുണ്ടെന്ന് കരുതി നിങ്ങൾ എന്തിനാ കരയുന്നത്? മുത്തുനബിന്റെ വീട്ടിൽ ഇതില്ലായിരുന്നു. നിങ്ങൾ വിഷമിക്കില്ലെന്ന് ഉപ്പയോട് പറയാൻ, ഉമ്മയോട് പറയാൻ ഹദീസിൽ നിന്ന് പഠിച്ചു വെക്കുക. അത് അവർക്ക് നമ്മൾ ജാമിയയിൽ 1 കൊല്ലം പഠിച്ചതിന്റെ ഗുണം അവർക്ക് അപ്പോൾ തന്നെ കിട്ടും. അവരെ ആശ്വസിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ എന്നിട്ട് സുബഹി നിസ്കാരത്തിന്റെ സമയമെത്തി. സുബഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ളവരൊക്കെ നിസ്കരിക്കുന്നു. മുത്തുനബിക്ക് കിടന്നുകൊണ്ടേ സാധിക്കുന്നുള്ളൂ. മുഖം അല്പം തെളിഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ചെവിയിൽ പറഞ്ഞു, കരളിന്റെ കഷ്ണമായ ഫാത്തിമ, ചോദിക്കണം, എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാനിപ്പോൾ തരാം. എനിക്കിനിയൊന്നും പ്രത്യേകിച്ച് നിനക്ക് നൽകാനില്ല എന്ന് ഒരു ഉപ്പ തന്റെ മകളോട് പറഞ്ഞതുപോലെ, നമ്മളോട് പറയുന്നത് പോലെ, മോളെ മക്കനെ ഇടേണ്ടത് നീ ഇട്ടോ, ഉപ്പക്ക് ജാമ്യയിൽ പറഞ്ഞയക്കാനേ കഴിയുള്ളൂ. നായത്ത് പഠിക്കേണ്ടത് പഠിച്ചോ, ഉപ്പക്ക് പറഞ്ഞയക്കാനേ കഴിയുള്ളൂ. ഉമ്മാക്ക് വീട്ടിൽ ജോലിയെടുക്കാനേ കഴിയുള്ളൂ. മോളെ നീ വേണ്ടാത്തരമൊന്നും ചെയ്യരുത് എന്ന് നിങ്ങളോട് പറയുന്നത് പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി മുഖത്ത് ഇട്ട തട്ടം അല്പം നീക്കി എന്നിട്ട് പറഞ്ഞു, അസ്വലാ അസ്വലാ അസ്വലാ. ഞാനും നിങ്ങളും ളുഹർ നിസ്കരിച്ചാണ് വന്നത്. ഒരു വറ്റം നമ്മുടെ ഉപ്പമാർ അസർ നിസ്കരിക്കാൻ യാത്രയായതുകൊണ്ട് അസർ നിസ്കരിച്ചു. മഗ്രിബ് നിസ്കരിക്കാൻ പോകുന്നു, ഇശ നിസ്കരിക്കാൻ പോകുന്നു. ഒരു വക്തും നോക്കുമ്പോൾ എണ്ണത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, എണ്ണത്തിൽ നിന്ന് എവിടെയും വിട്ടുപോയിട്ടില്ല. സുബഹിക്കൊരു ദിവസം എഴുന്നേൽക്കാൻ മറന്നതിന്റെ അത് പെട്ടെന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഒന്നും ഓർമ്മയില്ല, കാരണം ഒന്നും വിട്ടുപോയതില്ല. എന്തുകൊണ്ടാ? അസ്വലാ അസ്വലാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. സംസാരിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ കൊണ്ട് മിസ്വാക്കിന് ആംഗ്യം കാണിച്ചു. അളിയൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു
മിസ്വാക്ക് കൊണ്ടുവന്നു കൊടുത്തു. റസൂലുള്ളക്ക് പല്ല് തേച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ള അവസാനം ഈ ലോകത്തുനിന്ന് വിട പറയുകയാണെന്നറിഞ്ഞിട്ട് പോലും തന്റെ വായ സുഗന്ധമുള്ളതായി തീരണം എന്നാഗ്രഹിച്ചുവെങ്കിൽ നാവുകൊണ്ടും അങ്ങനെ ഞാനും നിങ്ങളും ആകേണ്ടവരാണ്. ഒരു തരത്തിലുള്ള വിഷമം വീട്ടുകാർക്ക് ഇല്ലാതെയാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഉച്ചയോടടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നലിൽ മൗതി സക്കറാത്ത്. മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. ഈ ലോകം വിട്ടുപോകുമ്പോൾ സുഖകരമായി ആരും പോകില്ല. ഒരു വേദന നമ്മൾ അനുഭവിക്കണം. കിടന്ന് പടഞ്ഞ് കുത്തി വലിച്ച് നമ്മളെ ഈ ലോകത്തു നിന്ന് കൊണ്ടുപോകുമ്പോൾ മാരകമാക്കാതിരിക്കാൻ നമുക്കിന്ന് കഴിയും. നല്ലവരായി ജീവിച്ചാൽ, തിന്മ ചെയ്യാതെ കഴിഞ്ഞുകൂടിയാൽ, ആരാധനകൾ കൃത്യമായി ചെയ്താൽ നമുക്ക് തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാര യുവാക്കളോടും പറയാൻ, ഞാനും നിങ്ങളും അന്യരല്ല. ഈ പറയുന്ന വാക്കുകൾ എനിക്ക് കൂടി ബാധകമാണ്. എൻ്റെ വാപ്പയും ഉമ്മയും ഈ വാക്കുകൾക്ക് ഇവിടെ സാക്ഷിയാണ്. കാരണം എൻ്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമുക്കുണ്ടാകണം. അമലുകൾ ഉണ്ടാകണം, കൂലി ഉണ്ടാകണം. ഐഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കടന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, താങ്കൾക്ക് വേദനയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചെറിയൊരു വേദന, ഒരു പുല്ലിന്റെ വേദന, ഒരു മുട്ടിന്റെ വേദന, ഒരു കഴുത്തിന്റെ വേദന ആകട്ടെ, റസൂലുള്ള പറയാ, ഇന്നി ഔ അക്കു കമാ യു അക്കു റജുലാനി, രണ്ടുപേർ അനുഭവിക്കുന്ന വേദന ഞാൻ ഈ സമയത്ത് അനുഭവിക്കുന്നു എന്നാണ്. ഐഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ വിരൽ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളയുടെ കണ്ണിലെ കൃഷ്ണമണി അല്പം മുകളിലോട്ട് പോകുന്നത് പോലെ തോന്നി. റസൂലുള്ളയുടെ ശരീരത്തിൽ 63 കൊല്ലം നിന്ന ആ വിശുദ്ധമായ ആത്മാവ്, ആ വിശുദ്ധ ശരീരം വിട്ടുപോകുന്ന സെക്കൻഡുകളായിരുന്നു അത്. വേർപെട്ടുപോയി നിശ്ചലമായി കിടക്കുന്ന മുഖത്തേക്ക് നോക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്നു. ഏറ്റവും ഇഷ്ടനായ ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നു പറഞ്ഞു, മുനാഫിക്കുകൾ പറയുന്നു റസൂലുള്ള മരിച്ചു. ഇല്ല, മുത്ത് മുഹമ്മദ് നബി മരിച്ചിട്ടില്ല, ഇല്ല, മരിക്കുകയില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്തു ആൽ ഇംറാനിലെ 144-ാമത്തെ വചനം ഓതിക്കൊടുത്തു. മുഹമ്മദ് മരിക്കും, മരിക്കുക തന്നെ ചെയ്യും, എല്ലാ പ്രവാചകന്മാരും മരിച്ചു പോയിരിക്കുന്നു. ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തി, വ അന്ന മുഹമ്മദൻ ഖദ് മാത്, അന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന വചനം ഓതിക്കൊടുത്തു. എന്തിനു വേണ്ടി? ധന്യമായി നിൽക്കുന്ന സമയത്ത് എന്തിന് പ്രവാചകരെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയി? നമ്മളെ കൊണ്ട് അമലുകൾ പൂർത്തീകരിക്കാൻ. പ്രബോധനം അവിടെ പൂർത്തിയായി, ദഅവത്ത് തുടരുകയാണ്. ഈ സുന്നത്തുകൾ അനുഷ്ഠിച്ച് യഥാർത്ഥ സുന്നിയും പ്രബോധകരുമൊക്കെയായി ജീവിതം ധന്യമാകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമലുകളാണ് പ്രധാനം. സുന്നത്ത് നമ്മളുടെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥാപനം കൂടിയാണ്. ആരെയും സമ്മർദ്ദം ചെലുത്താറില്ല. നമ്മുടെ ഗുരുനാഥന്മാർ തലേ ദിവസം പള്ളിയിൽ നിന്ന് പറയും, നാളെ സുന്നത്ത് നോമ്പുണ്ട്, നാളെ ഇന്ന ഹറഫയുടെ നോമ്പുണ്ട്, അല്ലെങ്കിൽ മുഹറമിന്റെ നോമ്പുണ്ട്, മുഹറം മാസത്തിന്റെ നോമ്പുണ്ട്. അപ്പോൾ അത്താഴത്തിന് ചെറിയ സൗകര്യവും ചെയ്തു തരും. ചിലപ്പോൾ നാട്ടിലേക്ക് നമ്മളെ വിടാറുമുണ്ട്. നാട്ടിൽ പോയി തിരിച്ചു വന്ന് മുഹറം നോമ്പിന് നാട്ടിലേക്ക് വിട്ടിട്ട് തിരിച്ചു വന്ന കുട്ടിയോട് ഗുരുനാഥനായ എൻ്റെ ഗുരുനാഥൻ എന്നോട് ചോദിക്കുകയാണ്, മുഹറത്തിന്റെ അവധിക്ക് നാട്ടിക്ക് പോയിനോ, എന്നോട് നോമ്പ് നോറ്റോ? ഇല്ല, ആകെ 2 ദിവസത്തിന് ചെന്നല്ലേ നേരത്തെ ഇമ്മ കോയിറച്ചി തന്നു എന്ന് പറയുന്ന കുട്ടികളല്ലല്ലോ നമ്മളാരും. നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉണ്ടാകൂ. അത് ഈ പറയുന്ന എന്നിലും ഉണ്ടാകണം എന്ന വസിയത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. വഅഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.